ഇന്ന് പൂജയോടനുബന്ധിച്ച് ആരോഗ്യകരവും എന്നാൽ പരമ്പരാഗത രുചിയുള്ളതുമായ മധുരം ചേരാത്തൊരു മില്ലറ്റ് പൊങ്കലാണ് തയ്യാറാക്കുന്നത്. പൂജാവേളകളിൽ നൈവേദ്യമായി സമർപ്പിക്കാൻ ഉത്തമമാണിത്. എല്ലാവർക്കും നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. കരുത്തിൻ്റെ ധാന്യമെന്നറിയപ്പെടുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളെയാണല്ലോ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മില്ലറ്റുകളുടെ ഗുണമേന്മയും ഫൈബർ കണ്ടൻറ്റിൻ്റെ അളവുമൊക്കെ കണക്കിലെടുത്ത് 5 പോസിറ്റീവ് മില്ലറ്റ്സുകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതുമായ ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ്, അഥവാ മലയാളത്തിൽ ചമ്പങ്ങ വരകെന്ന് പറയും. അതുകൊണ്ടാണ് ഇന്നത്തെ പൊങ്കൽ ഞാനിവിടെ തയ്യാറാക്കുന്നത്. മില്ലറ്റുകളെല്ലാം ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഓരോ ടൈപ്പ് മില്ലറ്റിനും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. മില്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അഥവാ ചമ്പങ്ങ വരകിൻ്റെ മാത്രം ഗുണം പറയുകയാണെങ്കിൽ 5 പോസിറ്റീവ് മില്ലറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റുള്ള, അതായത് 12.5% ഫൈബർ കണ്ടൻറ്റും 11.5% പ്രോട്ടീൻ കണ്ടൻറ്റും ഉള്ള ദ മോസ്റ്റ് ന്യൂട്രിറ്റീവ് ആൻഡ് ദ മോസ്റ്റ് മാജിക് ഗ്രെയിൻ എന്നാണ് മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ ഖാദർ വാലി ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മൊത്തത്തിൽ, അതായത് ഫ്രം മൗത്ത് ടു റെക്ടം, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റിനുള്ളത്. സാധാരണ മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങളിലൊന്നാണല്ലോ ദഹനം സംബന്ധിച്ച പ്രശ്നങ്ങൾ. അതിൽ കോൺസ്റ്റിപ്പേഷൻ, നെഞ്ചിരിച്ചൽ തുടങ്ങി ഒട്ടനവധി സാധാരണ പ്രശ്നങ്ങളും ഒപ്പം പ്രധാനപ്പെട്ട പല അസുഖങ്ങളും ഇതിലുൾപ്പെടും. ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമായിട്ടാണ് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റിനെ ഡോക്ടർ ഖാദർ വാലി അഥവാ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് കാണാൻ വളരെ ഭംഗിയുള്ളതും ചെറിയൊരു ഗ്രീനിഷ് ടിഞ്ചാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇതിനെ ഹര കങ്ങിണി അല്ലെങ്കിൽ ചോട്ടി കങ്ങിണി എന്നൊക്കെയാണ് നോർത്ത് ഇന്ത്യൻസ് ഇതിനെ പറയുന്നത്. ഇതിനെ കൂടുതൽ അടുത്ത് കാണുമ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു ടോപ്പ്, അതായത് പമ്പരത്തിൻ്റെ ഷേപ്പാണ്. മുകളിൽ ഒരു ബ്രൗൺ സ്പോട്ട് കൂടി കാണാം. അതുകൊണ്ടാണ് ഇതിനെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. മില്ലറ്റ്സുകൾക്കെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കിനി റെസിപ്പി നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. എല്ലാ മില്ലറ്റ്സും എപ്പോഴും 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്ത ശേഷം, അതായത് കുതിർത്ത ശേഷമേ പാചകം ചെയ്യാവൂ. ഇല്ലെങ്കിൽ മില്ലറ്റിൻ്റേതായ പ്രത്യേക ഗുണങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും. കൂടാതെ ദഹനത്തിനും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായും ബ്രൗൺ ടോപ്പ് മില്ലറ്റ് 2 മണിക്കൂർ കൂടുതൽ കുതിർക്കണം, അതായത് 10 മണിക്കൂർ കുതിർക്കണം. അതിന് ഒരു പ്രയാസമില്ല. രാത്രി നമ്മൾ കുതിർക്കാനായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോൾ 10 മണിക്കൂർ കുതിർന്ന് കിട്ടും. സാധാരണ മറ്റെല്ലാ മില്ലറ്റുകളും 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്താൽ മതി. ആദ്യം ഇതിനെ 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. ഇതിന് പൊതുവേ ഒരു ഗ്രീൻ ടീഞ്ച് ഉള്ളതുകൊണ്ട് വെള്ളവും അതുപോലെ പച്ച കളറായിരിക്കും. ഇതിപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് ഇതിനകത്ത് കല്ലും മണ്ണൊന്നും ഇല്ല. അപ്പോൾ സാധാരണ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണേ. കല്ല് വല്ലതും ഉണ്ടെങ്കിലൊക്കെ മാറ്റണം. ഇതിപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ കഴുകി പഴയ വെള്ളമെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് കുതിർക്കാനായിട്ട് വെക്കണേ. അപ്പോൾ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാനൊരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് മില്ലറ്റിന് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിക്കണേ. ഇനി ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. 10 മണിക്കൂർ അത് കുതിർന്ന് വരട്ടെ. ഈ കുതിർന്ന ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിതിനെ പാചകം ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ അടുത്തത് ചെറുപയർ പരിപ്പാണ്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പൊതുവേ ഇതുപോലെയുള്ള നിവേദ്യം, പൊങ്കൽ, അമ്പലങ്ങളിലും ഉത്സവ സമയത്തുമൊക്കെ തയ്യാറാക്കുന്ന നിവേദ്യങ്ങളിലൊക്കെ ചെറുപയർ പരിപ്പാണ് സാധാരണ ചേർക്കാറ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. തമിഴ്നാട്ടിലും വളരെ പ്രധാനമാണ് ഈ ചെറുപയർ പരിപ്പ്. അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് ഈ ചെറുപയർ പരിപ്പ് ഒരു സാത്വിക് ഫുഡായിട്ടാണ് ആയുർവേദം പറയുന്നത്. പരിപ്പ് വർഗ്ഗങ്ങളിൽ ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളതും മൃദുവായ രുചിയുള്ളതും എന്നാൽ ചെറിയ ഫ്ലേവറേ ഇതിനുള്ളൂ. അതായത് അതിൻ്റെ കൂടെ എന്ത് ചേർത്താലും നമുക്ക് സോഫ്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് അത് കൊടുക്കും. പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ക്രീമി നേച്ചറാണ് വെന്ത് കഴിഞ്ഞാലുള്ള. ഇതൊക്കെയാണ് പൊതുവേ ഉള്ള പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ സമൃദ്ധമാണ്, ഫാറ്റ് കുറവാണ്, ഫൈബർ കൂടുതലുണ്ട്, ദഹനത്തിന് ഏറ്റവും നല്ലത്. പിന്നെ വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും, കലോറി കുറവാണ്. ഇതുകൊണ്ടൊക്കെയാണ്
സാധാരണയായി ചെറുപയർ പരിപ്പ് ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇനി ചെറുപയർ പരിപ്പിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ. ചെറുതായി ഒന്ന് മൂപ്പിച്ചാൽ മതി, കളറൊന്നും മാറണ്ട, നല്ലൊരു സ്മെല്ല് വരും. ഏകദേശം 1-2 മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കുമ്പോഴേക്കും ആ ഒരു പയർ മൂത്തതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പം നമ്മൾ മില്ലറ്റ് കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പം നമുക്കത് നോക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ ലഭ്യമാകും. പിന്നെ ഫൈബർ നന്നായിട്ട് കുതിർന്നു, ഫൈബറും പോഷകങ്ങളും ഒക്കെ ദഹിക്കാനും എളുപ്പമാകും. കുതിർക്കാതിരുന്നാൽ നേരെ വിപരീത ഫലമാണ്, ദഹിക്കാനും പ്രയാസമായിരിക്കും. വെള്ളവും മില്ലറ്റും ഞാൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, വെള്ളം തിളച്ചതിന് ശേഷമാണ് ഈ മില്ലറ്റ് അതിലേക്ക് ഇടുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് കുക്കറിലല്ല വേവിക്കുന്നത്, സാധാരണ പാത്രത്തിൽ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഒരു 10-20 മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടും. അമിതമായിട്ടുള്ള പ്രഷറിൽ വേകുന്നതിനേക്കാളും അതിൻ്റേതായ ഗുണങ്ങളും എല്ലാം കിട്ടുന്നത് സാധാരണ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് മൺപാത്രമോ സ്റ്റീൽ പാത്രമോ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചെറുപയർ പരിപ്പ് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് ആ മില്ലറ്റിൻ്റെ കൂടെ ഇടാം. സ്റ്റൗ കത്തിച്ച് മില്ലറ്റ് കുതിർത്ത വെള്ളം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ വെള്ളം 5 മിനിറ്റ് കൊണ്ട് തിളയ്ക്കും. അപ്പോൾ അതുവരെയും നമുക്ക് ഹൈ ഫ്ലെയിം കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റും പയറുപരിപ്പും ചേർന്ന മിശ്രിതം ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടി വെള്ളവും ഈ മിശ്രിതവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്തൊന്ന് കലക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അടപ്പ് വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു ഹോള് ഇതുപോലെ ഇടണേ, മിനിമം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഇത് പൊങ്ങിക്കളയും. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇതിനി വേകാനുണ്ട്, വെള്ളവും കിടപ്പുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഈ മിനിമം ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാം. മില്ലറ്റും പയറും ഏത് റേഷ്യോയിലിട്ടാലും നമ്മൾ വെള്ളം ഒഴിക്കുന്ന അല്പം കൂടിപ്പോയെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പൊങ്കൽ എപ്പോഴും തണുക്കുമ്പോൾ തീരെ കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി എന്നാലും പേടിക്കാനില്ല, തണുക്കുമ്പോൾ കറക്റ്റായിരിക്കും. അത് വെള്ളം കുറഞ്ഞ് ചോട്ടിൽ പിടിക്കാതിരുന്നാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മിനിമത്തിലാക്കാൻ ശ്രദ്ധിക്കണം. അതിരുന്ന് വേകുന്ന സമയത്ത് നമുക്കതിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു വയ്ക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് മിതമായ അളവിൽ ശരീരത്തിന് വളരെ നല്ലതാണ്. അതിലേക്ക് ഒരു പിടി നട്ട്സ് ഇടുക. സ്പ്ലിറ്റായിട്ടുള്ള നട്ട്സ് ആയാലും മതി. ഫ്ലെയിം മിനിമത്തിലാക്കാൻ ശ്രദ്ധിക്കുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇടയ്ക്കൊരു കാര്യമൊന്നും പറഞ്ഞോട്ടെ, ഈ മില്ലറ്റ്സ് കൊണ്ട് ചോക്ലേറ്റ് എനർജി ബാർ ഉൾപ്പെടെ പുട്ട് മുതൽ കഞ്ഞി വരെ എന്ന തലക്കെട്ടോടെ മില്ലറ്റ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നേ. ഇതാണ് ആ വീഡിയോ. വളരെ ആത്മാർത്ഥമായി തയ്യാറാക്കിയതും വളരെ പ്രയോജനപ്രദവുമായ ഒരു വീഡിയോ ആണത്. ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണേ, എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു, നട്ട്സ് ഇട്ടു, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടു. ഇനി അടുത്തത് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക്. പൊടിയല്ല, ചതച്ച കുരുമുളകിനാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു സ്ക്വയർ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. നട്ട്സ് ഒരുവിധം ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്, മുഴുവനോടെ ഇടണേ, പൊടിക്കണ്ട. ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കായപ്പൊടി ഒരു 2-3 നുള്ള് കായപ്പൊടി, അതായത് 1/4 ടീസ്പൂൺ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കലിലേക്ക് ഒഴിക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊങ്കൽ റെഡിയായോ വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം. ഈ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് തന്നെ വേണമെന്നില്ല. 5 പോസിറ്റീവ് മില്ലറ്റ്സിൽ ഏത് വെച്ച് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ മൊത്തത്തിലൊരു 20 മിനിറ്റ്, മാക്സിമം 20-25 മിനിറ്റ്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഡ്രൈ പൊങ്കലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലൂസായിട്ടാണ് പൊങ്കൽ വേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോഴേക്കും 1-2 കപ്പ് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ തയ്യാറാക്കി വെച്ച കൂട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പലരും ഇതിൽ പാലൊഴിച്ചുണ്ടാക്കാറുണ്ട്. അതിന് ടേസ്റ്റ് കൂടുതലാണെന്ന് പറയും. നമ്മളിപ്പോൾ ഈ മില്ലറ്റ് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അവസാനം ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്താലും മതി. ഇതൊന്നും ഒഴിക്കാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഇരുന്നാലും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി എനിക്ക്. ഇത് നിവേദ്യമായിട്ട് ദേവിക്ക് സമർപ്പിക്കാം. ചമ്മന്തിയും സാമ്പാർ ഉപയോഗിച്ച് ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നന്നായി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും ഉണ്ടാക്കുന്ന ഈ പ്രത്യേക പൊങ്കൽ നന്നായി വരണേ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.